നമസ്കാരം കൂട്ടുകാരെ, പവൻ പ്രീമിയം ടൈലിംഗ് എക്സ്പെർട്ടൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ എടുക്കുന്ന ടോപ്പിക്ക് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഈ വീഡിയോ എടുക്കുന്നത് സിമെന്റ് ഉപയോഗിച്ച് ടൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ പലർക്കും അറിയില്ല, സിമെന്റ് ഉപയോഗിച്ച് ടൈൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സിമെന്റിന്റെ ബോണ്ടിങ് സ്ട്രെങ്ത്, സിമെന്റും ടൈലുമായിട്ടുള്ള ബോണ്ടിങ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനെ കൊണ്ട് സിമെന്റ് അഡിറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സിമെന്റ് അഡിറ്റീവ് എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണ്, അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഈ ടൈല് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടെക്നീഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ടൈല് ഫിക്സ് ചെയ്യാനെ കൊണ്ട് സിമെന്റും അതുപോലെ തന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഗ്രൗട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ സിമെന്റും വെള്ളമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറി നിൽക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ടൈല് പണി ചെയ്യാനെ കൊണ്ട് നമ്മൾ ഗ്രൗട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പശപ്പ് ഒരു ഇച്ചിരി നേരം താമസിക്കുമ്പോൾ, ഒരു ടൈമിന് മേളിൽ താമസിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു കംപ്ലൈന്റ് ആണ്, സിമെന്റും ടൈലുമായിട്ട് ബോണ്ടിങ് സ്ട്രെങ്ത് കറക്റ്റായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലങ്ങളെല്ലാം പരിഹരിക്കാനെ കൊണ്ടാണ് ഇപ്പോൾ സിമെന്റ് അഡിറ്റീവ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഈ സിമെന്റ് അഡിറ്റീവ് എന്ന് പറയുന്ന മെറ്റീരിയൽ മാർക്കറ്റിൽ ഒരുപാട് പേരിലാണ് അറിയപ്പെടുന്നത്. ചിലർ സിമെന്റ് അഡിറ്റീവ് എന്ന് പറയും, ചിലർക്ക് ബോണ്ടിങ് സൊല്യൂഷൻ എന്ന് പറയും, ബോണ്ടിങ് പൗഡർ എന്ന് പറയും. ഈ സിമെന്റ് അഡിറ്റീവ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് രണ്ട് രൂപത്തിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലും. അപ്പൊ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ പൗഡർ രൂപത്തിലുള്ളതും ലിക്വിഡ് രൂപത്തിലുള്ളതിനും എന്തെങ്കിലും ഗുണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന്. ഗുണത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം ഒരുപോലെ ഉള്ളൂ. അതിന്റെ ഗുണത്തിലും അതിന്റെ എൻഡ് റിസൾട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം ഒരുപോലെ ഉള്ളൂ. അപ്പൊ സിമെന്റ് അഡിറ്റീവിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ, സിമെന്റ് അഡിറ്റീവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമെന്റിലോട്ട് ഈ സിമെന്റ് അഡിറ്റീവ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സിമെന്റ് അഡിറ്റീവ് സിമെന്റിന്റെ പ്രോപ്പർട്ടി കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് കൊടുക്കും. അതായത് സിമെന്റിന്റെ പശപ്പും അതുപോലെ തന്നെ സിമെന്റിന്റെ ബോണ്ടിങ് സ്ട്രെങ്തും കുറച്ചുകൂടെ കൂടുതലാക്കി കൊടുക്കാൻ സിമെന്റ് അഡിറ്റീവ് സഹായിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്തോന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, സിമെന്റ് അഡിറ്റീവ് ഒരുപാട് എക്സ്പെൻസീവ് അല്ല, വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ, ഇതുപോലെ സിമെന്റിന്റെ ഈ പ്രോപ്പർട്ടികൾ, സിമെന്റിന്റെ ഈ പശപ്പും അതുപോലെ തന്നെ സിമെന്റിന്റെ ബോണ്ടിങ് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ ഈ സിമെന്റ് അഡിറ്റീവ് സിമെന്റിലോട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതലായി കിട്ടുന്നതുകൊണ്ട് ഈ ടൈലിന്റെ ലൈഫ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതായത് ടൈല് നമ്മുടെ തറയുമായിട്ട് ഇളകി പോവാതിരിക്കും ഈ സിമെന്റ് അഡിറ്റീവ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ കൂട്ടുകാരെ, നാലാമതായിട്ട് നമ്മൾ സിമെന്റ് അഡിറ്റീവിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ, നമുക്ക് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ടൈല് പണി ചെയ്യാൻ ആറ്റുമണലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വന്ന് ആറ്റുമണലിന്റെ അവൈലബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എംസാൻഡ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പരിക്കം വലിക്കാനൊക്കെ ആയിട്ട് എംസാൻഡ് ആണ് എടുക്കുന്നത്. ഈ എംസാൻഡിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നമ്മൾ എംസാൻഡ് വാഷ് ചെയ്യാതൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ, നമുക്ക് അവൈലബിൾ ആവുകയാണെങ്കിൽ ഈ എംസാൻഡിൽ ഡസ്റ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. ഇതും നമുക്ക് ഈ ടൈലും സിമെന്റുമായിട്ടൊക്കെ ഈ ബോണ്ടിങ് സ്ട്രെങ്തിനെ ബാധിക്കും. അപ്പോൾ ടൈല് ഭാവിയിൽ ഇളകിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സിമെന്റ് അഡിറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് കൂടുതലായിട്ട് നമുക്ക് ബോണ്ടിങ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ടൈലിന്റെ ലൈഫ് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ കൂട്ടുകാരെ, അഞ്ചാമതായിട്ട് സിമെന്റ് അഡിറ്റീവിന്റെ പ്രയോജനം എന്താണെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, സിമെന്റ് അഡിറ്റീവ് നമുക്ക് എല്ലാ ടൈലിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് വെർട്ടിഫൈഡിൽ യൂസ് ചെയ്യാം, സെറാമിക്കിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സിമെന്റ് ടൈപ്പിൽ നോക്കുവാണെങ്കിൽ ഗ്രേ സിമെന്റിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വൈറ്റ് സിമെന്റിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ സിമെന്റ് അഡിറ്റീവിന്. അപ്പോൾ സിമെന്റ് അഡിറ്റീവ് യൂസ് ചെയ്ത് മാത്രം നമ്മൾ ടൈൽ ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈലിന് കൂടുതൽ ലൈഫ് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പുതിയതായിട്ട് ഇനിയും ടൈൽ ലേ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സിമെന്റ് അഡിറ്റീവ് യൂസ് ചെയ്ത് മാത്രം ടൈൽ ലേ ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരു തലവേദനയും വരാതെ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിലെ കുറിച്ച് വേറെ കൂടുതൽ ചിന്തിക്കേണ്ട, നമുക്ക് ഉറപ്പായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മുടെ ടൈൽ ലേ ചെയ്തത് ഉറപ്പായിട്ട് ഇളകി പോകത്തില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുകൊണ്ട് സിമെന്റ് അഡിറ്റീവ് യൂസ് ചെയ്ത് മാത്രം ടൈൽ ലേ ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ പുത്തൻ അറിവുകൾ നേടാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.